കാറ്റത്തെ കിളിക്കൂടിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നിധിയെടുത്താണെങ്കിൽ സുഭാഷ് പറയുന്നുണ്ട്, മോളെ നീ പ്രാർത്ഥിച്ചിട്ട് ഇൻ്റർവ്യൂവിന് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നിധി പോയി പ്രാർത്ഥിക്കുമ്പോൾ കൂടെ നമ്മളെ ശ്രുതിയും പോയി നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ അങ്ങ് ഇൻ്റർവ്യൂവിന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണല്ലോ നമ്മൾ നികേഷ് ആണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ ഇന്ന് ഞാൻ ലീവാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അതിന് ചേട്ടൻ അങ്ങനെ ലീവൊന്നും എടുക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് അങ്ങ് അകത്ത് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് ആണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയിടാന്ന് ചോദിക്കുമ്പം നമ്മൾ നികേഷ് പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല മൊത്തത്തിൽ മൂഡ് ഓഫ് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുഭാഷ് ആണെങ്കിൽ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പോയി നിന്നിട്ടാണെങ്കിൽ അവിടെ നിന്നിട്ടാണെങ്കിൽ നമ്മൾ സുനിതയെക്കുറിച്ചൊക്കെ ആലോചിക്കുക കേട്ടോ. കല്യാണ വേഷനിൽ സുനിതയെ കണ്ട ആ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ സുഭാഷ് നിന്ന് ആലോചിക്കുന്നു. അങ്ങനെ നമ്മൾ സുഭാഷ് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ നിധിയാണ് കേട്ടോ. നിധിയാണെങ്കിൽ ഇൻ്റർവ്യൂവിനാണെങ്കിൽ അവിടെ ഓഫീസിൽ എത്തുന്നുണ്ട്. എത്തിയിട്ടാണെങ്കിൽ കാറിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചും കൊണ്ട് ഫ്രണ്ടോട്ട് വന്നിട്ടാണെങ്കിൽ പിന്നെ തിരിച്ച് വീണ്ടും പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട്, അതെ പിന്നെ അന്ന് ഇവിടെ കാത്ത് കിടന്ന് നടക്കൊന്നും കാത്ത് കിടക്കണ്ട കേട്ടോ, താനാണെങ്കിൽ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, കേട്ടോ താനാണെങ്കിൽ ഇൻ്റർവ്യൂവിനുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാതെ ഞാനിവിടെ വെളിയിൽ കാത്ത് കിടന്ന് വേവലാതിപ്പെടുന്നതൊന്നും ആലോചിച്ച് താൻ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. എന്നാൽ പിന്നെ തനിക്ക് അകത്ത് പോകുമ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ സമയത്ത് ടെൻഷനായി പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, ഹലോ ഹലോ എനിക്കാണെങ്കിൽ അങ്ങനെ വലിയ വേവലാതിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, അതല്ല എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണല്ലോ തനിക്ക് ഉള്ള പണി കൂടെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ശ്രുതി പറയുന്നുണ്ട്, അല്ല തനിക്ക് ജോലിയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമുക്കത് മതിയെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ദേഷ്യമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, അതല്ലടോ എനിക്കാണെങ്കിൽ വല്ലപ്പോഴും ഒന്നും കടമൊക്കെ ചോദിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നിധി പറയുന്നുണ്ട്, ഒരുപാട് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല, ചിലപ്പം ലാസ്റ്റ് സങ്കടപ്പെടേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, നിധി ഇനി 15 മിനിറ്റ് സമയമുള്ളൂ, താനാണെങ്കിൽ പെട്ടെന്ന് പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധിയാണെങ്കിൽ വാച്ചിന് നോക്കിയിട്ട് പറയുന്നുണ്ട്, ശരിയാ പെട്ടെന്ന് പോട്ടെ 15 മിനിറ്റേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിധി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നിധി പറയുന്നുണ്ട്, എന്നാലും ഞാനങ്ങ് വന്നോളാം ഇവിടെ വെയിറ്റ് ചെയ്യണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി എടുത്ത്. അപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ നിധി പോയതിന് ശേഷം അല്ലെങ്കിൽ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശ്രുതിയാണെങ്കിൽ നമ്മളെ നിധിയെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ വണ്ടിയിൽ തന്നെ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ സുനന്ദയുടെ വീട്ടിലാണ്. അപ്പോൾ സുനന്ദയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ ഇരുന്ന് വിഷമിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ സുനന്ദ പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്താണെങ്കിൽ അവിടെ വീട്ടുകാരെല്ലാവരും കൂടി സംസാരിക്കുകയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ സുനന്ദയുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും ഇരുന്ന് ഓരോ കാര്യങ്ങളും ദുബായിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മളെ സുനന്ദ ഇറങ്ങി ഇങ്ങനെ പുറത്തോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് വലിയ പറയുന്നുണ്ട്, മോളെ പിന്നെ ഇന്നാണെങ്കിൽ പയ്യൻ്റെ അച്ഛനും അമ്മയും അങ്ങ് പോകുന്നുണ്ട്, നാളെ ആണെങ്കിൽ അവർ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുനിതയുടെ ഭർത്താവിൻ്റെ അമ്മ പറയുന്നുണ്ട്, സമയം നോക്കി വെച്ചപ്പോഴത്തേക്ക് പെൺകുട്ടിക്ക് കയറാൻ നാളെയാണ് നല്ല ടൈമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുനിതയാണെങ്കിൽ ഇതൊക്കെ കേട്ടുകൊണ്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വലിയച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും മോളെ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പം എന്നെ അങ്ങ് ദുബായിൽ കൊണ്ടുപോകും, പിന്നെ ജീവിതം തന്നെ മാറി മറിയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുനിതയുടെ ഭർത്താവ് പറയുന്നുണ്ട്, അങ്ങനൊന്നും കുഴപ്പമൊന്നുമില്ല, സുനിതയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, ഇവിടെ നിന്നും ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സുനിതയാണെങ്കിൽ അമ്മയടുത്ത് പറയുന്നുണ്ട്, അമ്മ ഞാനാണെങ്കിൽ ഭാസ്കര മാമയുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കേൾക്കുമ്പോഴത്തേക്കാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുനിത പറയുന്നുണ്ട് അവരടുത്ത്, ഞാനാണെങ്കിൽ കുഞ്ഞുനാൾ തൊട്ടേ കളിച്ച് വളർന്ന അവരുമായിട്ടാണ്, അപ്പോൾ അവരാണെങ്കിൽ കല്യാണത്തിന് വന്നതുമില്ല, അപ്പോൾ ഞാനൊന്ന് അവരുടെ അടുത്ത് പോയി യാത്ര പറഞ്ഞിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ സുനിതയുടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും വലിയച്ഛനാണെങ്കിലും ഒക്കെ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ വലിയച്ഛൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ വേണം മോളെ എന്ന് ചോദിക്കുന്ന സമയത്ത് സുനിത പറയുന്നുണ്ട്, അതൊക്കെ വേണം, കാര്യം ഇനി ഞാൻ ഇങ്ങോട്ട് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, അഥവാ വന്നാൽ എനിക്ക് അങ്ങോട്ട് ഞാൻ പോകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുനിതയാണെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാനൊന്ന് പോയിട്ട് വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ സുനിതയുടെ ഭർത്താവ് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, പോയിട്ട് വന്ന് ഒരുമിച്ച് കളിച്ച് വളർന്നവരൊക്കെ ഇല്ലേ, അപ്പോഴത്തേക്ക് അവരുടെ അടുത്തൊന്ന് യാത്ര പറഞ്ഞിട്ടൊക്കെ വരാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളെ സുനിതയുടെ അമ്മയാണെങ്കിൽ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ സുനിതയുടെ ഭർത്താവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല മോളൊന്ന് പോയിട്ട് വരട്ടെ, ഇനി ആ ഒരു വിഷമമായിട്ട് ഇനി അങ്ങോട്ട് വീട്ടിലോട്ട് വരണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുമിച്ച് കളിച്ച് വളർന്നവരൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം സമ്മതം കൊടുത്തിട്ടാണെങ്കിൽ നമ്മളെ സുനിതയാണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഭാസ്കര മാമയുടെ വീട്ടിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ സുനിതയുടെ അമ്മ പിറക്കി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി നാട്ടുകാരെ കൊണ്ട് ഇനി ഓരോന്നൊക്കെ പറയിപ്പിക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെ സുനിത പറയുന്നുണ്ട്, ഇന്നലെ ഞാനാണെങ്കിൽ കല്യാണം വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അവിടെ പോയിരുന്ന സമയത്ത് സുഭാഷ് ചേട്ടനാണ് എനിക്ക് ഓരോന്ന് പറഞ്ഞു തന്ന് എന്നെ നിങ്ങളെ കൂടെ പറഞ്ഞു വിട്ടത്, അല്ലാതെ സുഭാഷ് ചേട്ടൻ ആ സമയത്ത് കുറച്ചൊന്നും ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളായിരിക്കും എല്ലാവരും മുമ്പിൽ നിങ്ങൾ നാണം കെടേണ്ടി വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയ്ക്കും സുഭാഷ് ചേട്ടൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല, നിങ്ങളുടെയൊക്കെ ഇരുണ്ട മനസ്സാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ സുനിതയാണെങ്കിൽ എന്നിട്ട് സുനിത പറയുന്നുണ്ട്, ഇനി നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട, ഇത്രയും നാളെ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ നിന്ന്, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തും ഭർത്താവിൻ്റെ അച്ഛൻ്റെ അടുത്തും ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്, ഇനി എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സുനിത പോകുന്നുണ്ട് കേട്ടോ.
കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ സുനിതയുടെ അമ്മയുടെ ചെറിയൊരു വിഷമിച്ചൊക്കെ അവിടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മളെ നിധിയൊക്കെ ഇൻ്റർവ്യൂവിന് പോയിട്ടാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്താണെങ്കിൽ അതിന് നമ്മളെ നിധിയുടെ പേരുണ്ട് കേട്ടോ. അപ്പോൾ നിധിക്കാണെങ്കിൽ എല്ലാ സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇനി നാളെ 10 മണിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു HR ഇൻ്റർവ്യൂ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നിധി ഭയങ്കര സന്തോഷത്തിലൊക്കെ പുറത്ത് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ടാണ് നമ്മളെ സുധിയെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധി അവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ സുധിയാണെങ്കിൽ നമ്മളെ നിധിയെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധിയുടെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ജോലി കിട്ടിയെന്ന് തോന്നുന്നു, മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധിയുടെ മനസ്സിൽ ഇങ്ങനെ ചെറിയൊരു ഇതായിട്ട് പറയുന്നുണ്ട് ഇനി പോയി കാണുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിധിയാണെങ്കിൽ സുധിയെ ഫോണിനടുത്ത് വിളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ സുധി പറയുന്നുണ്ട് ഹലോ ഇങ്ങോട്ട് നോക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി ചോദിക്കുന്നത് എവിടെ, ഇങ്ങോട്ട് നേരെ നോക്കണോടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നിധിയാണെങ്കിൽ സുധിയെ കണ്ടിട്ടാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സുധി ചോദിക്കുന്നുണ്ട് എന്താ ഇൻ്റർവ്യൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട് ഇൻ്റർവ്യൂ കുറച്ച് ടഫായിരുന്നു, എനിക്ക് മുമ്പ് കയറിയ ആൾക്കാരൊക്കെ കുറച്ച് ടഫായിരുന്നാണ് പറഞ്ഞു. പിന്നെ ഞാനൊരു കോൺഫിഡൻസോടുകൂടി ഞാനങ്ങ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പഠിച്ചതൊരു ചെറിയ കോളേജിലായിരുന്നല്ലോ, ഇനി അത് പറഞ്ഞവരെന്നെ ഒഴിവാക്കുമെന്നൊക്കെ ഒരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധി ചോദിക്കുന്നുണ്ട് എന്തായാലും തനിക്ക് ജോലി ശരിയായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട് 99% ഒക്കെ ഓക്കെ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നാളെ ഇനി ഒരു HR ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ സുധിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട് കൊട് കൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധി കൈയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സുധിയാണെങ്കിൽ നിധിയെ കയറി കെട്ടിപ്പിടിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധിയാണെങ്കിൽ ഇങ്ങനെ പിറന്നോണ്ട് നിൽക്കിയിട്ട് എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുധി പറയുന്നുണ്ട് അത് വേറെ ഒന്നുമില്ല, ഒരു ഫ്രണ്ട്ലി ഹഗ്. ഇപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ നമ്മളൊരു സന്തോഷം വരുമ്പോൾ ഒരു ഫ്രണ്ട്ലി ഹഗ് ചെയ്ത് അത്രേ ഉള്ളെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നിധിയാണെങ്കിൽ പിന്നാണെങ്കിൽ അങ്ങനെ ഹഗ്ഗൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുധിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ സുധി പറയുന്നുണ്ട് ശരി എന്നാൽ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ സുഭാഷ് ചേട്ടനുണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ അവിടെ തുണിയൊക്കെ കഴുകിയിട്ടുകൊണ്ട് നിൽക്കുക. ആ ടൈമിൽ ഹിന്ദിക്കാരെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് സുഭാഷ് ചേട്ടാ ഇറങ്ങിയ ഉച്ചയ്ക്കാണെങ്കിൽ നമുക്കൊരു സൈറ്റ് കാണാൻ പോകേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ ഫോണൊക്കെ വെച്ചിട്ട് നേരെ അങ്ങ് അടുക്കളയിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മളെ സുനിത അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം സുനിതയെ കാണുമ്പോൾ സുഭാഷ് ചേട്ടൻ ആദ്യം ഒന്ന് ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുനിത പറയുന്നുണ്ട് ഞാൻ അകത്തോട്ട് കയറി വന്നോട്ടെ സുഭാഷ് ചേട്ടാ എന്ന് പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് വാ അകത്ത് കയറി വരാനൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുനിത പറയുന്നുണ്ട് ഇങ്ങനെ നോക്കണ്ട സുഭാഷ് ചേട്ടാ, എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്ട് താലി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നുണ്ട് അശ്വിൻ്റെ വീട്ടുകാരാണെങ്കിൽ നാളെ എന്നെ കൊണ്ടുപോകാനൊക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട് നീ വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അതോ ഇനി പറയാതെയാണോ വന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ സുനിത പറയുന്നുണ്ടില്ല ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടൊക്കെയാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നികേഷ് ആണെങ്കിലും അങ്ങോട്ട് വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നികേഷ് ഇങ്ങനെ അകത്തോട്ട് കയറി വരുന്ന സമയത്ത് ഒരു സംസാരമൊക്കെ കേൾക്കുന്നത് കണ്ടിട്ടാണെങ്കിൽ നമ്മൾ നികേഷ് ആണെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് അടുക്കളയിൽ സുനിത ഇരിക്കുന്നുണ്ട് കേട്ടോ. സുനിതയെ കാണുന്ന നമ്മൾ നികേഷ് ആണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ സുനിത ആണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുന്നത് സുഭാഷിൻ്റെ എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ സുഭാഷാണെങ്കിൽ ഒന്നും മിണ്ടുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് സുനിത പറയുന്നുണ്ട് ഇനി ചിലപ്പോൾ നമ്മൾ കണ്ടില്ല എന്നൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ സുനിത അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഉടനെ നമ്മൾ നികേഷ് ആണെങ്കിൽ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ടാണെങ്കിൽ സുധിയെ വിളിക്കുന്നുണ്ട്. സുധിയെ കേട്ടാ ഇവിടെ ഒരു ഭയങ്കര സംഭവം നടക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നികി ചോദിക്കുന്നുണ്ട് എന്താ നികേഷ് എന്ന് ചോദിക്കുമ്പം അത് നമ്മളെ വീടിൻ്റെ അടുക്കളയ്ക്കകത്താണെങ്കിൽ സുനിത നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നികേഷ് പറയുന്നുണ്ട് ഇനിയിപ്പം അമ്മായി ആണെങ്കിലും വലിയച്ഛനൊക്കെ ആണെങ്കിൽ കണ്ടുകൊണ്ട് വന്നാൽ ഇനി അടുത്ത എന്താ പ്രശ്നം നടക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ സുധി ചോദിക്കുന്നുണ്ട് സുനിതയോ അതെന്താ അവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നികേഷ് പറയുന്നുണ്ട് എനിക്കതൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.